ഇപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയത്? ഓക്കെ, ശരിക്ക് നമ്മൾ ബ്രാൻഡിങ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് അത് ഏറ്റവും കോറായിട്ടുള്ളൊരു ഒബ്ജക്റ്റീവാണ് നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത്. ഇപ്പോൾ പല ബ്രാൻഡ്സും സെലിബ്രിറ്റീസിനൊക്കെ ബ്രാൻഡ് അംബാസിഡേഴ്സായിട്ട് കൊണ്ടുവന്നുകൊണ്ട് അല്ലെങ്കിൽ ബ്രാൻഡ് അംബാസിഡറായിട്ട് കൊണ്ടുവന്നുകൊണ്ട് ബ്രാൻഡിങ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അവിടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളൊരു എലിമെൻ്റ് ഉണ്ട്. ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പേഴ്സൺ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലെറ്റ്സ് ലുലു ഗ്രൂപ്പ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് യൂസുഫ് അലി എന്നുള്ള പേര് വരുന്ന സമയത്ത് അല്ലെങ്കിൽ യൂസുഫ് അലി എന്നുള്ള പേഴ്സണൽ ബ്രാൻഡ് അവിടെ കമ്പൈൻഡ് ആവുന്ന സമയത്ത് ആ ട്രസ്റ്റിൻ്റെ ഡിഗ്രി ലെവൽസ് കൂട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് ആളുകൾ ഒരു കമ്പനിയെ ട്രസ്റ്റ് ചെയ്യുന്നതിനേക്കാളും മോർ കംഫർട്ടബിളാണ് ഒരു പേഴ്സണെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ള എലമെൻറ്റും ഉണ്ട്. സോ ബ്രാൻഡിങ്ങിൽ നമ്മുടെ കോർ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ആ ട്രസ്റ്റ് എന്നുള്ള എലമെൻറ്റ് ഫുൾഫിൽ ചെയ്യാനായിട്ട് അഫ്കോഴ്സ് നമ്മളെ പേഴ്സണൽ ബ്രാൻഡ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പേഴ്സണൽ ബ്രാൻഡ് ഇന്ന് ഏത് ആംഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ട്രസ്റ്റ് എന്നുള്ള എലിമെൻറ്റ് ഫുൾഫിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ പേഴ്സണൽ ബ്രാൻഡ് ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്ന് പറയാനായിട്ടുള്ള കാരണം.